വെട്ടാന്ന് വെച്ച് വെട്ടി. എന്തായാലും വെട്ടി ഒരുവിധം തീരാറായി. ഈ ഞാൻ ഇത് വെട്ടി കഴിഞ്ഞിട്ടല്ല വീട്ടിലോട്ടില്ല. ഇപ്പോൾ കൊച്ചുങ്ങൾ പോലും എൻ്റെ അടുത്തോട്ട് വരത്തില്ല. കാരണം എന്താ പറയുക, ഭയങ്കര സ്മെല്ലാണ്. ഈ ഒട്ടുകറ ചെത്തക്കകത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒട്ടുകറ പാൽ ഉറഞ്ഞിട്ട് എടുത്തതിൻ്റെ ബാക്കി പാല് പിന്നെ വീണിട്ടിരിക്കുന്ന അത് വലിച്ചെടുക്കുക ഭയങ്കര നാറ്റമാണ്. അതെടുത്തിട്ട് വീട്ടിലോട്ടുന്ന കുഞ്ഞുങ്ങൾ പോലും എൻ്റെ അടുത്തോട്ടൊന്നും വരത്തില്ല. പിന്നെ തേച്ച് കഴുകി ഒരു കുഴി എന്നിട്ടായിരുന്നു വൃത്തിയാവത്തുള്ളൂ. അത്രയ്ക്കൊരു സ്മെല്ലാണ്. എന്തൊക്കെ തന്നെയാലും നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റും. ചെയ്തല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ എന്നോർത്തിട്ട് എന്നോർത്തിട്ട് ചെയ്യുകയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ പാമ്പുംകാടൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഗതികേട് കൊണ്ടങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ എത്രയോ പെരിയ റബ്ബർ വെട്ടി ജീവിക്കുന്ന ഒരു ഉപജീവനം കഴിക്കുന്നവർ എത്രയോ ആളുകളുടെ റബ്ബർ. എല്ലാവരും ഈ പാമ്പുംകാട്ടി ഇറങ്ങി ജോലി ചെയ്യുന്നവരല്ല, എല്ലാവരെയും പടച്ചവൻ കാക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എത്രയെങ്കിലും ആളുകളാണ് ഇത് പുലിക്കാട്ടിലും പുലി കടിച്ചുമൊക്കെ തിന്ന് എത്രയെങ്കിലും ആളുകൾ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുലിക്കാട്ടിൽ വരെ ഇറങ്ങിപ്പോയി ഈ ജോലികൾ ചെയ്യുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ നമ്മളെക്കുറിച്ച് ഓർക്കില്ല, മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കണം കേട്ടോ. നമ്മൾ വിടുന്ന പോലെ കഷ്ടപ്പെടാണ്ട് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നൊന്നും അല്ല നമുക്ക് തോന്നും. പിന്നെ അപ്പോൾ എനിക്ക് വലിയ വിഷമങ്ങൾ. എല്ലാവരും എത്രയോ പേര് ഇതിലേറെ കഷ്ടപ്പെടുന്ന എന്താടാ കുഞ്ഞേ അവിടെ കിടക്കട്ടെ. അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് വന്നിരുന്ന മക്കളങ്ങോട്ട് തുടങ്ങും. കാരണം 5-6 കൊച്ചുമക്കളുള്ള ഞാനാണേ. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് നിന്നല്ലേ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ വെട്ടിത്തീരാറായി. പിന്നെ കുറച്ച് മരം കൂടെ ബാക്കിയുണ്ട്. അതിന് മുന്നേ മഴ പെയ്താൽ ഓടണം. വീട്ടിലാണ് ബക്കറ്റൊക്കെ ഇരിക്കുന്നത്. ബക്കറ്റെല്ലാം കൂടി ഇന്നിപ്പോൾ എടുത്തുകൊണ്ട് ഇറങ്ങി വരാൻ മറന്നുപോയി. ചിലപ്പോൾ ഞാൻ കൂടെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് മഴ പെയ്താൽ ഓടി പാലം കിടത്തി കന്നാസിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതുണ്ട് ഈ ഒട്ടുകറിയാക്കി വള്ളിപ്പാലാണ്. ഈ വള്ളിപ്പാൽ ഇങ്ങനെ വലിച്ച് നമ്മളെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം നമ്മൾ റബ്ബർ മരം ചീവി കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ പാലെല്ലാം നമ്മൾ വലിച്ചെടുക്കുന്നത് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് അത് നമ്മളെ കയ്യിൽ ചുറ്റിയെടുത്ത് ആ മരത്തിൻ്റെ ചുവട്ടിലോട്ട് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അത് അവർക്കത് കാശാവുമല്ലോ, ഒരു മുതലാണത്. പിന്നെയെന്ന് വെച്ചാൽ എന്താ ഒരുവിധപ്പോൾ വെട്ടി കഴിയാറായി. ഇനി കൂടി കയറി വീട്ടിലോട്ട് പോകണം. ഞങ്ങൾ രണ്ടുകൂടെ പാലെടുക്കാനായിട്ട് ഇറങ്ങി വരണം ഞങ്ങൾ. പിന്നെന്താ പിന്നെ ഇങ്ങനെ എത്രയൊക്കെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് മരം കൂടെ ഒരു 100-300 മരം കൂടെ എനിക്ക് വെട്ടാം.